ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 അല്ലേ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. സോ കുറേ കുട്ടികൾ നമ്മളോട് ചോദ്യം ചോദിച്ചു വന്നായിരുന്നു. അതായത് നമ്മുടെ ടെക്നീഷ്യന് കേരളത്തിൽ ഒഴിവുണ്ടോ, കേരളത്തിൽ വേക്കൻസി ഉണ്ടോ, അവർ ടോട്ടൽ വേക്കൻസി ഒക്കെ പബ്ലിഷ് ചെയ്തായിരുന്നു. ബട്ട് ഇതിൽ എത്ര വേക്കൻസി നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി എത്രയുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ നമ്മുടെ ഡൗട്ടായിട്ട് വന്നിട്ടുണ്ട്. സോ അവർക്കാണ് ഈ വീഡിയോ. അതായത് അവർക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളുണ്ട്. സോ ആ ഡൗട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് ടെക്നീഷ്യൻ നമ്മൾ പറഞ്ഞു 6557 വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും ഓപ്പണിംഗ് ഡേറ്റും എല്ലാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ബട്ട് എന്നാലും ഒന്നും കൂടി പറയുക, ടെക്നീഷ്യൻ നമ്മൾ വിളിച്ചിരിക്കുന്നത് ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യും ഈ രണ്ട് കേസാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് 18-33 ആണ്. അതിന് ടോട്ടൽ വേക്കൻസി കുറവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി തന്നെ ടോട്ടൽ 323 വേക്കൻസി അതിലുള്ളൂ. ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കാണെങ്കിൽ 6234 വേക്കൻസി ഉണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് 6557 വേക്കൻസി പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ഓൾറെഡി അതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 30 ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 29, ഓക്കെ, ജൂലൈ 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ്, ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31. കറക്ഷൻ വിൻഡോ 8 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വേക്കൻസികളിൽ എത്ര വേക്കൻസി നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രിവാൻഡ്രം റീജിയൻ ആണ് വരുന്നത്. ട്രിവാൻഡ്രം റീജിയത്തിൻ്റെയാണ് നോക്കിയിരിക്കുന്നത്. ട്രിവാൻഡ്രം റീജിയനിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് UR കാറ്റഗറിക്കാണെങ്കിൽ 7 വേക്കൻസിയാണ്. ടോട്ടൽ വേക്കൻസി ഞാൻ പറയാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് ടോട്ടൽ എന്ന് പറയുന്നത് 21 വേക്കൻസിയേ ഉള്ളൂ. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് 21 വേക്കൻസിയാണ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം റീജിയനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ UR കാറ്റഗറി ആണെങ്കിൽ 7, ദെൻ SC ക്ക് 2 വേക്കൻസി ഉണ്ട്, ST ക്ക് 8, ദെൻ OBC ക്ക് 2, അതുപോലെ EWSനാണെങ്കിൽ 2. ഓക്കെ, അപ്പോൾ അങ്ങനെ 21 വേക്കൻസിയാണ് ഗ്രേഡ് 1. കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞു ടോട്ടൽ വേക്കൻസി തന്നെ 323 വേക്കൻസി നമുക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം റീജിയൻ എടുക്കുമ്പോഴും ഇത്രയും വേക്കൻസി മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേക്കൻസി എന്തല്ല, അൾട്ടിമേറ്റ് അല്ല, ടെൻറ്റേറ്റീവ് വേക്കൻസികൾ മാത്രമാണ്. ഇത് കൂടാം കുറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വേക്കൻസി ഇത്രയുണ്ട്, കുറവാണെന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പറയുന്നത് ഗ്രേഡ് 3 ടെക്നീഷ്യൻ ആണ്. അതിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 390 ആണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 390 വേക്കൻസി നമുക്കുണ്ട്. 390 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ കുറവാണെങ്കിൽ പോലും നല്ലൊരു വേക്കൻസി ആണ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി നമുക്കറിയാം UR കാറ്റഗറിയിൽ 153 URനുണ്ട്, 53 വേക്കൻസി SCക്കുണ്ട്, STക്കാണെങ്കിൽ 39 വേക്കൻസി ഉണ്ട്, OBCക്ക് 104 വേക്കൻസി ഉണ്ട് കേട്ടോ. OBCക്ക് 104 വേക്കൻസി ഉണ്ട്. അതുപോലെ EWSനാണെങ്കിൽ 41 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 390 വേക്കൻസിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 390 വേക്കൻസി. അങ്ങനെ ടോട്ടൽ RRB തിരുവനന്തപുരത്ത് ടോട്ടൽ 411 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ 411 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 411 വേക്കൻസി എന്ന് പറയുന്നത് 21 വേക്കൻസി നമ്മുടെ ഗ്രേഡ് 1 ആണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ഗ്രേഡ് 3യിലാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് IT ആണ്. ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. ഇനി ഇതിൻ്റെ ടോട്ടൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് നേരത്തെ പറഞ്ഞതാണ് 323ഉം 6234 കൂടി ചേർന്നിട്ട് 6557 വേക്കൻസിയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് വേക്കൻസി കുറവാണെന്ന് വെച്ചിട്ട് ആരും അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. അപ്ലൈ ചെയ്യുക, ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ
നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് ഗ്രേഡ് 1 സിഗ്നൽ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ സയൻസ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇത്രയും കോഴ്സുകളിൽ ഡിഗ്രി സയൻസ് എടുത്തവർക്ക്, ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും സബ് BSc ഇൻ എ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം, അതായത് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, IT ഒക്കെ സബായിട്ട് എടുത്തവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദെൻ അതും അല്ലാന്നുണ്ടെങ്കിൽ എൻജിനീയറിംഗ് ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഏതെങ്കിലും ഒരു സ്ട്രീം, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞ വിഷയങ്ങളിൽ BSc ഉള്ള വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറഞ്ഞാൽ SNT ആണ് കേട്ടോ. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത്. സിഗ്നൽ ആണ്, ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതൊക്കെ B1 ആണ്. അതുമൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞ അവസാനം മെഡിക്കൽ നമുക്ക് പോകുന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. സോ അതും കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 അന്ന് പറഞ്ഞതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ് ഡിവിഷൻ ഉണ്ട്. അതായത് നിങ്ങൾ IT ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ ഒരുപാട് ട്രേഡ് ഉണ്ട്. ആ ട്രേഡിനെല്ലാം വേറെ വേറെ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്രാക്ക് മെഷീനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITA ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT SCVT ഇൻ ഫിഡർ ഓഫ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച ട്രേഡ് ഏതാണോ അത് വെച്ചിട്ട് അയക്കാൻ പറ്റുന്നത് നോക്കുക. ഇൻഡിവിജ്വലി ഇതിൻ്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് ഫുള്ള് നോട്ടിഫിക്കേഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി നോക്കാനുള്ള ഒരു ടൈം ലിമിറ്റ് ഉണ്ടായത് കൊണ്ടാണ് ജസ്റ്റ് ഫുൾ വേക്കൻസിയും തിരുവനന്തപുരത്തുള്ള മാത്രം പറയുന്നത്. ഇപ്പോൾ ഈ തിരുവനന്തപുരം തന്നെ ഉള്ളത് ഈ 21 390 പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും വേക്കൻസി കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 3 ബ്ലാക്ക് സ്മിത്ത് ആണെങ്കിൽ മെട്രിക്കുലേഷൻ പറയുന്നു. അവിടെ എന്താണ്, ഹീറ്റ് ട്രീറ്റർ, ഫൗണ്ടറി മാൻ, മനസ്സിലായോ? അങ്ങനെ ഓരോ ട്രേഡിന് അതിനകത്തൊരു 7-8 ട്രേഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ട്രാക്ക് മെഷീൻ, ബ്ലാക്ക് സ്മിത്ത്, കാരേജ് ആൻഡ് വാഗൻ, ദെൻ ഡീസൽ ഇലക്ട്രിക്കൽ, ഡീസൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എമു, റെഫ്രിജറേറ്റർ, AC, SNT, വെൽഡർ. അപ്പം അതിനെല്ലാം വേക്കൻസി നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പം വേക്കൻസി ഇല്ലാത്തൊരു പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ട്രാക്ക് മെഷീൻ എടുക്കുമ്പോൾ OBCക്ക് നമുക്ക് തിരുവനന്തപുരത്ത് വേക്കൻസി ഇല്ല. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതും കൂടെ, അതായത് ഈ ഒരു PDF കൂടി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ട്രാക്ക് മെഷീനിൽ OBCക്ക് ഇല്ല, EWSന് ഇല്ല. ദെൻ ബ്ലാക്ക് സ്മിത്ത് നോക്കുമ്പോൾ അതിനെന്തില്ല, EWSന് വേക്കൻസി ഇല്ല, SCക്കും വേക്കൻസി ഇല്ല. 0 വരുന്ന മാത്രം ജസ്റ്റ് നോക്കുവാണേ. ദെൻ ഈ ഡീസൽ ഇലക്ട്രിക്കൽ നോക്കുമ്പോൾ അവിടെ SCക്ക് ഇല്ല, അതുപോലെ OBCക്ക് ഇല്ല, STക്കും ഇല്ല. അവിടെ ആകെ വരുന്നത് എന്താണ്, UR ജനറൽ കാറ്റഗറിക്കും OBCക്ക് 2 വേക്കൻസി മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ട്രാക്ക് മെഷീനകത്തും OBCക്കും EWSനും ഇല്ല. ബാക്കി എല്ലാവർക്കും ഓരോ വേക്കൻസി ഇതേ ഉള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ ഇതിൽ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് കാരേജ് ആൻഡ് വാഗൻ ആണ്. അതിൽ 96 വേക്കൻസി URനുണ്ട്, 32 വേക്കൻസി STക്കും, 15 വേക്കൻസി STക്കും, OBCക്ക് 67ഉം, EWSന് 25ഉം, അങ്ങനെ ടോട്ടൽ 235 വേക്കൻസി നമ്മുടെ ട്രിവാൻഡ്രം റീജിയനിലുണ്ട്. സോ കാരേജ് ആൻഡ് വാഗൻ ആ ട്രേഡ് ഉള്ളവർ എന്ത് ചെയ്യാം, ആ കാരേജ് ആൻഡ് വാഗൻ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം കമ്പാരിറ്റീവ്ലി, അതായത് അടുത്തെന്ന് പറയുന്നത് ഡീസൽ മെക്കാനിക്കലിന് STക്കും EWSനും ഇല്ല, വേക്കൻസി ഇല്ല. ദെൻ പിന്നെ ബാക്കി എല്ലാത്തിനും ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രേഡ് MU അതിന് STക്ക് വേക്കൻസി ഇല്ല. പിന്നെ എന്താണ്, ബാക്കിയെല്ലാം വേക്കൻസി വരുന്നുണ്ട്. വെൽഡർ ഓയിൽ കേട്ടോ, അതിനും ഇല്ല, STക്കും ഇല്ല, EWSനും ഇല്ല. ഓക്കെ, അപ്പം ആ കാറ്റഗറി അപ്ലൈ ചെയ്യാൻ നോക്കുന്നവർ ഈ വേക്കൻസിയും കൂടെ എന്ത് ചെയ്യാമെന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇപ്പം ട്രിവാൻഡ്രത്ത് നമ്മുടെ വേക്കൻസി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിച്ച ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേക്കൻസി. ഗ്രേഡ് 1നാണെങ്കിൽ എല്ലായിടത്തും വേക്കൻസി വേണം. ടോട്ടൽ 21 നമുക്ക് പറഞ്ഞു, എല്ലാം 7, 2, 8 ഒക്കെ ആണ്. എന്നാലും കുഴപ്പമില്ല, ആ 7-ൽ ഒരാൾ നിങ്ങളായാലോ, അല്ലെങ്കിൽ 8-ൽ ഒരാൾ നിങ്ങളായാലോ. ഓക്കെ, അതുകൊണ്ട് ഒരു വേക്കൻസി എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷം ടെക്നീഷ്യൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്
വളരെ കൂടുതലായിരുന്നു. ഡീമോട്ടിവേറ്റ് ചെയ്യുമല്ല, പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. അത്യാവശ്യം ആവറേജ് സ്റ്റുഡൻസിന് കയറിപ്പോകാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ഇനി വരുന്നുള്ള റെയിൽവേയുടെ എക്സാംസിന് NTPC പോലത്തുള്ള ഗ്രൂപ്പ് ഡി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് AZB അക്കാഡമിയുടെ കോഴ്സ്, അതായത് ഫുൾ കോഴ്സ് നമ്മൾ ഓൾറെഡി ഉണ്ട്, നമുക്കറിയാമല്ലോ, ഓൾറെഡി നമ്മുടെ കോഴ്സ് ഉണ്ട്. സോ ഇനിയുള്ള എക്സാംസിന്, ഈ വർഷം എക്സാംസ് ഇനി അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഇനി ഗ്രൂപ്പ് ഡി ഉള്ളൂ. ഗ്രൂപ്പ് ഡിക്കുള്ള പ്രത്യേകം ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഡേറ്റ് വന്നു, ഓഗസ്റ്റ് 2 തൊട്ട് എന്തോ സ്റ്റാർട്ടിങ് ആണ്. സോ അതിന് വേണ്ടി ഇനി ഒരു മാസമേ ഉള്ളൂ, ഒരു മാസം ഇല്ല, അരമാസം അല്ലേ, ഒരു 15 ദിവസം കൂടെ കിട്ടുമായിരിക്കും. നല്ല രീതിയിൽ സയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ, ആ ഗ്രൂപ്പ് ഡി. അപ്പം അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കോഴ്സ് പർച്ചേസ് ചെയ്ത് ക്ലാസ്സസ് റെക്കോർഡിങ് ലൈവും സെഷൻസും മോക്ക് ടെസ്റ്റും ഒക്കെ അവൈലബിൾ ആണ്. ക്ലാസ്സസ് പർച്ചേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇനി ഈ ഒരു NTPC അല്ലെങ്കിൽ അടുത്തൊരു NTPC നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യണം കേട്ടോ. സോ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്